മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു ചെറിയ കാര്യം പറയാനാണ് ഞാൻ ഈ മെസ്സേജ് ഉപയോഗിക്കുന്നത്. ഇന്നലെ എൻ്റെ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് തമ്പാനൂർ വഴിക്ക് വഴുതക്കാട് വഴിക്ക് പാളയത്തിലൂടെ പോയപ്പോൾ നിർഭാഗ്യവശാൽ ഇടതുവശത്തുള്ള ഒരാൾ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ കൂടെ വലതോട്ടെടുത്തു. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ 2-3 ദിവസമായിട്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഒരു ആക്സിഡൻറ്റിന് സാധ്യതയുണ്ട്, ആ വഴി കൂടെ തന്നെ ദിവസം പോകേണ്ടി വരാറുണ്ട്, ആക്സിഡൻറ്റിന് സാധ്യതയുണ്ട് എന്ന് എൻ്റെ മനസ്സിനോട് പറയുന്നുണ്ടായിരുന്നു. ഈ ഇടതുവശത്തെ കൂടെ എടുത്തപ്പോൾ ഞാൻ സഡൻ ആയിട്ട് ബ്രേക്ക് ഔട്ടി. അയാൾ എടുക്കാൻ കാരണം സിഗ്നല് പച്ചയിൽ നിന്ന് ചുമക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ചാടുന്ന വെച്ചാൽ ഏതായാലും അയാളുടെ വണ്ടിയിൽ ശരിക്കും എൻ്റെ വണ്ടി ഒരു വര വരച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിന് വലുതായിട്ടൊന്നും പറ്റിയില്ല. പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പുറകിൽ നിന്ന് വന്ന സ്ത്രീ ഡ്രൈവ് ചെയ്യുന്ന കാറ് എൻ്റെ കാറിൽ പുറകിലിടിച്ചു. ഞാൻ ഇടത്തോട്ട് തിരിച്ചു വെച്ചു. ആ സ്ത്രീയും കാറ് സൈഡിലേക്ക് വെച്ചു. ഓടി വന്ന് തൊഴുത്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ്, സാറിൻ്റെ പ്രഭാഷണമൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, സാറിനെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ വണ്ടിയുടെ മുൻവശം ഇത്തിരി പോയെങ്കിലും സാറിൻ്റെ വണ്ടിയുടെ പുറകുവശം പോയെങ്കിലും എന്താ വേണ്ടെച്ച സാറ് പറഞ്ഞോളൂ. സാറ്, ഞാൻ ഉദയഭാരതത്തിലെ മെമ്പറാണ്, ഞാൻ സാറിൻ്റെ ഗ്രൂപ്പിലും മെമ്പറാണ്, ഞങ്ങളെല്ലാവരും സാറിൻ്റെ ഈ പൈതൃകത്തിൻ്റെ വലിയ ഫാനാണ്. സാറിൻ്റെ ഫാനല്ല, പൈതൃകത്തിൻ്റെ ഫാനാണ്. പണ്ടൊക്കെ വേറെയൊക്കെ പാർട്ടികളിലായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു. സാറ് ആ MA ബേബിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മാത്രമല്ല സ്റ്റാൻലിക്ക് കൊടുത്ത ഉത്തരവ് ഗംഭീരമായിരുന്നു. ഇത് കാറിടിച്ചതിന് ശേഷമുള്ള ഡിസ്കഷനാണ്. ഞാനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ കേട്ടിരുന്നു. അവസാനം ചോദിച്ചു, സാറിൻ്റെ വണ്ടിയുടെ പുറകിൽ എൻ്റെ വണ്ടിയാണല്ലോ ഇടിച്ചത്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എന്ത് തന്നാലും കുഴപ്പമില്ല, ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞു എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. അവർ 500 രൂപ തന്നു, അത് ഞാൻ പോക്കറ്റിലിട്ടു. ഇതുവരെ ചിലവാക്കിയിട്ടില്ല, വെച്ചിരിക്കുകയാണ്. അവിടെ കുറേ പേര് ഒരുമിച്ച് ചേർന്നു. ഭയങ്കര തിരക്കാണ്. ഇന്നലെ 5 മണിക്ക് ഓഫീസ് വിടുന്ന സമയമാണല്ലോ. അവരെല്ലാവരും വന്ന് ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വർക്കിനെ കുറിച്ച് തിരുവനന്തപുരം പാളയത്ത് അവിടെയുള്ള ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. 5-6 വഴികൾ ഒരുമിച്ച് വരികയാണ്. വന്ന് പരിചയപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. എനിക്ക് ഈ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ഒരു സന്തോഷമാണ് ഉണ്ടായത്. എന്താ കാരണം അറിയോ? ശരിക്കും നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മളെന്ന് ഉദ്ദേശിച്ചത് സ്റ്റേജിൻ്റെ മുമ്പിൽ വന്നവരും സ്റ്റേജിൻ്റെ പുറകിലിരിക്കുന്നവരുമായിട്ടുള്ള 10,000 വ്യക്തികൾ ചെയ്യുന്ന ആ വർക്ക് എത്ര ധന്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നറിയാൻ ഈ ആക്സിഡൻ്റ് എനിക്ക് ഒത്തിരി സഹായമായിരുന്നു. ആക്സിഡൻറ്റ് മാത്രമല്ല, ഇപ്പോൾ VSSC കുറേ ഡയറക്ടർമാർ വിളിച്ചിരുന്നു, പുസ്തകം വേണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ഞാൻ വെറുതെ അവരോട് ചോദിച്ചു, ഓരോ സെക്ഷനിലെ ഡയറക്ടർമാരും ഡെപ്യൂട്ടി ഡയറക്ടർമാരും VSSCയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വർക്ക് എങ്ങനെ എത്തിയിരിക്കുന്നു. ഒരാൾ പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, ഞാൻ അന്വേഷിച്ചിട്ടില്ല. എന്തായാലും അടുത്ത കാലത്ത് കുറേ പേര് സാറിൻ്റെ യൂട്യൂബ് കാണുന്നതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. എന്താ ഇമ്പാക്റ്റ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. വേറൊരാൾ, ഒരു ക്രിസ്ത്യൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, മറ്റേ തോമസിൻ്റെ ആ കത്ത് സാറ് വായിച്ചപ്പോൾ അത് ശരിക്കും ഈ പള്ളികളിലൊക്കെ ചർച്ചയായിട്ടുണ്ടെന്ന്. അപ്പോൾ പള്ളിക്കാരൊക്കെ ഇത് വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇങ്ങനെ ബഹ്റിനിൽ നിന്ന്, ഞാൻ പറഞ്ഞതാണ്, ബഹ്റിനിൽ നിന്ന് കുറേ പേര് എഴുതുകയുണ്ടായി. ഞങ്ങൾക്കൊക്കെ ഈ ഹിന്ദു ധർമ്മത്തിനെ മറ്റുള്ളവർ അവഹേളിക്കുമ്പോൾ എന്താ ഉത്തരം കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇപ്പം തല ഉയർത്തി നിന്ന് 100 ജന്മം ഉണ്ടെങ്കിൽ ഹിന്ദു ആണെന്ന് പറയണം എന്നുള്ള വരി ഞങ്ങളുടെ ഹൃദയത്തെ വധിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് ഒത്തിരി പേര് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. അതൊക്കെ പണ്ട് ഇടതുപക്ഷമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയ പാർട്ടീസാണെന്ന് തോന്നുന്നു ചിലരൊക്കെ. അല്ലെങ്കിൽ ഭജനയിൽ മാത്രം ഒതുങ്ങിക്കൂടി കഴിഞ്ഞവരാ. ഭജനയിലും പോട്ടിലേക്ക് പാർട്ടിയിലൊക്കെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞവർ ധാരാളം പേര് ഇപ്പം വളരെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അവർ പറയാറുണ്ട്, ഈ ഹിന്ദുക്കളെ കണ്ടാൽ അവിടെ നഴ്സുമാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ എന്തോ ഒരു പ്രത്യേക വികൃതമായിട്ടുള്ള പേര് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യാറുള്ളത് അത്രേ. അതായത് നായർ ഫാമിലിയിലുള്ളവരൊക്കെ വരുമ്പോൾ ക്രിസ്ത്യൻസ് പരസ്പരം ഇവരെ കളിയാക്കിക്കൊണ്ട് ഞങ്ങണന്മാരെന്നോ എന്തോ ഒരു വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ചിലരോട് പണ്ട് പറഞ്ഞിരുന്നു. അവർ തന്നെ ഇപ്പോൾ വിളിച്ചിട്ട് പറയുന്നത് എന്താ പറയാം, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല സാറേ. ഒരു ക്രിസ്ത്യാനിയുടെ കല്യാണത്തിനും അല്ലെങ്കിൽ വേറെ ഏതിനെങ്കിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോയാൽ അവർക്ക് പേടിയാ. ബൈബിളിനെ കുറിച്ചോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചോ യഹോവയെ കുറിച്ചോ പള്ളിയിലച്ചന്മാർ മുക്കിയതിനെ കുറിച്ചോ ദിവ്യഗർഭം നൽകിയതിനെ കുറിച്ചിട്ടോ
അതല്ലെങ്കിൽ അഭയ കേസിനെ കുറിച്ചിട്ടോ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ നിന്ന് പിഴയ്ക്കാൻ ഉത്തരവില്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളൊക്കെ. ഇന്ന് പുതിയതൊരെണ്ണം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞുകൂടാ. ശരിക്കും ഇവിടെ ലാൻഡ് വാങ്ങിച്ചതിന്റെ 100 കോടി മുക്കിയതൊന്നുമല്ല. വത്തിക്കാനിൽ ലാൻഡ് വാങ്ങിച്ചത് ഈ ചെളിവെള്ളം അടിയിൽ കൂടെ ഒഴുകുന്ന സ്ലാബിന്റെ മുകളിലാണ് ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട്, കോടിക്കണക്കിന് യൂറോ കൊടുത്തിട്ട് ചെറിയ ഒരു ഏക്കറോ മറ്റോ വാങ്ങിച്ചത് ഒരു മൂലക്കല്. അതിൽ ഇനി കെട്ടിടം പണിയാൻ പറ്റില്ല, ചുവട്ടിക്കൂടെ ചെളിവെള്ളം ഒഴുകുകയാണ്, ഇവരുടെ മനസ്സിലൂടെ ഒഴുകുന്ന മാതിരി തന്നെ ഒഴുകുകയാണ്. അപ്പൊ അതിലുള്ള ഇനി വെട്ടിപ്പും മുക്കലും എത്രയാണെന്ന് പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. ഏതായാലും മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ചു കേട്ടോ. വലിയ സന്തോഷം തോന്നിയിരുന്നു. സന്തോഷമല്ല, ക്രിസ്ത്യാനികൾ അറിയണം അകത്ത് നടക്കുന്നത് എന്താണ്. അല്ല സന്തോഷിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യക്കാർ ആര് എന്ത് തിന്മ ചെയ്താലും അത് ഗോപാലകൃഷ്ണന്റെ വീട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് സന്തോഷം എന്ന വാക്ക് ഉപയോഗിച്ചത് ഞാൻ പിൻവലിക്കുന്നു. പക്ഷെ ഈ ക്രിസ്ത്യാനികളെ പറ്റിച്ച് ഈ അച്ഛന്മാര് ക്രിസ്തുവിന്റെ വിശ്വരൂപോ പ്രതിരൂപോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഈ മാമോദീസ മുക്കാനും കല്യാണത്തിനും ശവമടക്കാനും വേണ്ടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കള്ളത്തരങ്ങളും ബാക്കിയുള്ളതും മാതൃഭൂമിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ തേച്ച് മാച്ച് കളയും, പോട്ടെ. എന്നാലും വരുന്നുണ്ടല്ലോ കുറേ ക്രിസ്ത്യാനികളെങ്കിലും ഇത് അറിയുന്നുണ്ടല്ലോ. ഈ അമേരിക്കയിലെ ക്രിസ്ത്യാനികൾക്ക് ഇതെല്ലാം ഹിന്ദുക്കൾക്ക് അറിയുന്നത് എങ്ങനെയാ? ഹിന്ദുക്കളിൽ നിന്നറിയുന്നത് എങ്ങനെയാ അറിയാമോ? ഈ യൂട്യൂബിലൂടെയാണ്. ഈ യൂട്യൂബ് കേൾക്കുന്നവര് പാളയത്ത് വണ്ടിയിടിച്ചപ്പോൾ ചുറ്റും കൂടിയവർ മാത്രമൊന്നുമല്ല, ചെറുകോൽപ്പുഴയിൽ കൂടി 5000-6000 പേര് മാത്രമല്ല, പർളിക്കാട് ഭാഗവത സത്രത്തിൽ കൂടുന്നവർ മാത്രമൊന്നുമല്ല, മറിച്ച് എവിടെ പോയാലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. IISHന്റെ വാട്സപ്പും ഉദയഭാരതത്തിന്റെ വാട്സപ്പിലൂടെ നമ്മളുടെ മെസ്സേജുകൾ പോകുന്നത് ചങ്കൂറ്റത്തോടുകൂടി എടുക്കുന്ന ഹിന്ദുക്കള് പ്രതികരിക്കാനും പഠിപ്പിക്കാനും എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് വണ്ടി ഇടിച്ചതിന്റെ ദുഃഖത്തെക്കാളേറെ കുറെ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെ ചെന്ന് വണ്ടി നിർത്തിയാലും പരിചയമുള്ളവരും നമ്മുടെ പൈതൃകത്തിന്റെ സന്ദേശം കേൾക്കുന്നവരുണ്ടെന്ന് അറിയാനും സാധിച്ചു. അങ്ങനെ ഇടിച്ചതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഇന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും സാധിച്ചു. പ്രണാമം, നമസ്കാരം.